പ്രിയമുള്ളവരെ, മിന്നൽ നിച്ചുവാണ്. ഇന്ന് പറയാൻ പോകുന്നത് ദിലീപിന്റെ കേസിന് ഒരു വഴിത്തിരിവ്. പൾസർ സുനി എന്നുള്ളൊരു വ്യക്തി ഏകദേശം കൂലിത്തല്ലും ഗുണ്ടായുസും പിന്നെ സിനിമക്കാര ഡ്രൈവറും ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഏകദേശം അവന്റെ കൂടെ 10-20ഓളം സംഘങ്ങൾ ഉണ്ടായിരുന്ന ഒരു ഗുണ്ട തലവനായിരുന്നു. ആ സമയത്ത് ഒരു നടിയെ ആക്രമിക്കണം, ബലാത്സംഗം ചെയ്യണം, നശിപ്പിക്കണം എന്നുള്ളൊരു കൊട്ടേഷൻ കിട്ടാൻ പോവാ. ഈ കൊട്ടേഷൻ കൊടുത്തതാരാ? ഇന്ന് വരെ അത് വെളിപ്പെടുത്തിയിട്ടില്ല. പൾസർ സുനി മുമ്പ് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഒരു മാഡമാണ് തന്നത്. ആ മാഡം സിനിമയിലൊക്കെ ഉള്ളൊരു മാഡാന്നാണ് പറഞ്ഞത്. പക്ഷെ ഇന്ന് വരെ ആ മാഡ് ആരാന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. അതൊരിക്കലും പ്രോസിക്യൂഷനോ കേരള പോലീസിനോ തെളിയിക്കാൻ പറ്റാത്ത ഒരു കേസാണ്. ഒരു പ്രാവശ്യം അന്വേഷണം പോയി കാവ്യമാധവനുമായിട്ട്, തെളിവുകളൊന്നും കിട്ടിയില്ല. കാവ്യമാധവൻ ആണോ അല്ലെന്ന് ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് അവസാനം പോലീസ് ഡിപ്പാർട്ട്മെന്റ് മൊത്തത്തിൽ തീരുമാനിക്കുകയാണ് കാവ്യമാധവൻ അല്ല. പിന്നെ മഞ്ജു വാര്യരുടെ മൊഴിന്റെ അടിസ്ഥാനത്തിലാണ് ഗൂഢാലോചന ഉണ്ടെന്ന് പറഞ്ഞാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്തത്. കാരണമുണ്ട്. ദിലീപും മഞ്ജു വാര്യറും പിരിയാൻ പോകുന്ന സമയം, അല്ലെങ്കിൽ പിരിയുന്ന സമയം, അല്ലെങ്കിൽ പിരിഞ്ഞ സമയം, ആ സമയത്ത് ഈ ബലാത്സംഗത്തിന് ഇരയായ നടിയും മഞ്ജു വാര്യരും അത്യാവശ്യം നല്ല ക്ലോസ് ആയിരുന്നു. ആ സമയത്ത് പല സിനിമാ മേഖലയിലും പല തട്ടിലും കാവ്യമാധവന്റെ അടുത്ത് ദിലീപ് സംസാരിക്കുന്നത് ഈ നടി കണ്ടിരുന്നു. ഈ നടി സ്വാഭാവികമായിട്ട് പറഞ്ഞു, നിന്റെ ഭർത്താവ് അല്ലെങ്കിൽ നിന്റെ എക്സ് ഭർത്താവ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അതിന്റെ ഉപമ ഒരു പ്രാവശ്യം മഞ്ജു വാര്യർ ദിലീപിന്റെ അടുത്ത് ചോദിച്ചു, കാവ്യമാധവമായിട്ട് ടച്ചുണ്ടല്ലോ, ലപ്പുണ്ടല്ലോ. ആ സമയത്ത് ദിലീപും അതിന് വലിയൊരു വിഷയം എടുത്തിട്ടില്ല. മഞ്ജു വാര്യർ തെറ്റിദ്ധരിച്ചു ഈ നടിയെ ബലാത്സംഗം ചെയ്തത് ദിലീപിന്റെ അറിവുണ്ടായിരിക്കും, അല്ലെങ്കിൽ ദിലീപ് കൊടുത്ത കൊട്ടേഷൻ ആയിരിക്കണം. അത് ഏകദേശം ഇങ്ങനെ സ്പ്രെഡായി. ആ സമയത്താണ് ഒളിവിൽ താമസിച്ചത് പൾസർ സുനി. അങ്ങനെ ദിലീപിന്റെ പേര് ഏകദേശം വന്നു എന്ന് അറിയുമ്പോഴത്തേക്ക് ദിലീപിനെ ചോദ്യം ചെയ്ത് കൊണ്ടുപോകുന്ന പറയുന്ന സമയത്ത് ദിലീപിന്റെ പൾസർ സുനി കോണ്ടാക്ട് ചെയ്തു. നിങ്ങളുടെ പേര് ഏകദേശം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങളുടെ പേര് പറയാതിരിക്കാൻ വേണ്ടി എനിക്ക് 1.5 കോടി കൊടുക്കണം. ദിലീപ് എന്നുള്ളൊരു നടൻ മലയാളിയിൽ മെഗാ സ്റ്റാർ ആണ്. ആ സമയത്ത് ദിലീപ് പേടിച്ചു. കാരണം എന്താ? എൻ്റെ ലൈഫ്, എൻ്റെ കരിയർ ഇതുകൊണ്ട് ഇല്ലാതായി പോകും, അതുകൊണ്ട് പണം കൊടുക്കാം എന്ന് തീരുമാനിച്ചു. ആ സമയത്ത് പണം കൊടുക്കാൻ തീരുമാനിച്ച സമയത്ത് അങ്ങനെ എങ്ങനെയോ കൊടുത്തോ ഇല്ലെന്ന് എനിക്കറിയില്ല. എനിക്ക് കിട്ടിയൊരു വിഷയം എന്ന് പറയുമ്പോഴത്തേക്ക് 50 ലക്ഷം കൊടുത്തു എന്ന്, ബാക്കി തുക തരാമെന്നും പറഞ്ഞു. ആ സമയത്താണ് കത്തെഴുതുന്നത് ജയിലിൽ നിന്ന്, നിങ്ങളെ പണം 50 ലക്ഷം കിട്ടിയിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇത്ര പൈസ കിട്ടിയിട്ടുള്ളൂ, ബാക്കി പൈസ ഇപ്പൊ തരുമെന്ന്. അതുകൊണ്ടാണ് ദിലീപിന്റെ കേസ് ഇത്രത്തോളം ഇതായത്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ദിലീപ് എന്നൊരു വ്യക്തി നിരപരാധി തന്നെയാണ്. ദിലീപ് എന്നൊരു വ്യക്തി എന്ന് പറയുമ്പോഴത്തേക്ക് ബാക്കിയുള്ള കേസിൽ സിനിമാക്കാരുടെ മുമ്പിൽ ഒരു ഹീറോ ആണ്. സിനിമാ മേഖലയിലും സിനിമാ തട്ടിലും ഈ അമ്മ അസോസിയേഷനിലൊക്കെ നല്ലൊരു എന്ത് പറയാൻ ഒരു വൈറലായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഈ വർഷം 8 വർഷം കഴിഞ്ഞു. 8 വർഷം കഴിഞ്ഞും ഇതുവരെ പ്രോസിക്യൂഷന് ഇതുവരെ പറയിക്കാൻ പറ്റിയിട്ടില്ല പൾസർ സുനി ഒരു മാഡം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. പക്ഷേ ഇത് സിനിമ മേഖലയിലെ ഉള്ളൊരു പേടി സ്വപ്നമാണ് ഈ മാഡം. ഇതിന്റെ കൂടെ കുറച്ച് സിനിമയിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്.
അവരുടെ ആവശ്യം എന്താ? ദിലീപിനെ നശിപ്പിക്കണം, കരിയർ തകർക്കണം, മുന്നോട്ട് പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ കേസ് ഇതുവരെ എത്തിയത്. പക്ഷേ എന്ന് തെളിയിക്കും ഈ മാഡ് ആരാണ്? എങ്ങനെ തെളിയും? ഉദാഹരണത്തിന് ആ മാഡത്തിന്റെ പേര് വന്നാലും പൾസർ സുനി ആ മാഡത്തിനെ നന്നായി പേടിക്കുന്നുണ്ട്. പക്ഷെ ആ മാഡ് ആരാണ്? ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് കാവ്യ മാധവൻ എന്ന് പറഞ്ഞു. കാവ്യ മാധവൻ സിനിമാ മേഖലയിൽ ഒരുപാട് ദിലീപിന്റെ വൈഫാണ്, സിനിമ ഒരു മുന്നോട്ടാണ്, എല്ലാം ശരിയാണ്. പക്ഷെ കാവ്യ മാധവൻ എന്നുള്ളൊരു ആക്ടർക്ക് അല്ലെങ്കിൽ ഒരു നടിക്ക് അതിനുള്ളൊരു ചങ്കുറപ്പില്ല. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നു മഞ്ജു വാര്യർ ആയിരിക്കോ, മഞ്ജു വാര്യർ ഡൈവോഴ്സ് ആയതിൽ ദിലീപിന്റെ ദേഷ്യം കൊണ്ട് എന്തെങ്കിലും ഈ ദിലീപിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ? അതിന് ഉത്തരമില്ല. അതല്ല, വേറെ ഏതെങ്കിലും സിനിമ മേഖലയിലുള്ള ഉന്നത ഏതെങ്കിലും ഒരു സ്ത്രീയാണോ? അതുമല്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ മഞ്ജു വാര്യർ ദിലീപ് കല്യാണം കഴിക്കുന്ന മുമ്പ് ഒരു രജിസ്റ്റർ മാരേജ് ചെയ്തിരുന്നു. അതാരാണെന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ആ സ്ത്രീയാണോ എന്നും സംശയിക്കുന്നുണ്ട്. ആ സ്ത്രീ ആണെങ്കിൽ എന്തിനാണ് ഈ നടിയെ ബലാത്സംഗത്തിന് ഇരയാക്കാൻ കൊടുത്തത്? മഞ്ജു വാര്യരാണെങ്കിലും തന്റെ സുഹൃത്തിന് ഈ നടിയെ ബലാത്സംഗത്തിന് ഇരയാക്കി കൊടുക്കില്ല. കാവ്യമാധവൻ ഒരു എന്റെ നാട്ടുകാരെന്നൊരു ഇതിൽ പറയുന്നതല്ല, കാവ്യമാധവല്ല. പക്ഷേ പൾസർ സുനി ഒരാളെ ഒളിപ്പിക്കുന്നുണ്ട്. അത് പോലീസിന് പോലും കണ്ടെത്താൻ പറ്റില്ല. പക്ഷം പറയുമ്പോഴത്തേക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഏകദേശം ആൾക്കാർക്കുണ്ടല്ലേ ഈ നടിയാരാന്നൊക്കെ അറിയാം. സിനിമാ മേഖലയിൽ ലാലടക്കമുള്ള ഒരുപാട് ആൾക്കാർക്ക് ഈ കൊട്ടേഷൻ കൊടുത്ത നടി ആരാണെന്ന് അറിയാം. പക്ഷെ അവന്മാർക്കും പേടിയാ. ആസിഫ് അലിന്റെ വീഡിയോ അവസാന നിമിഷത്തിൽ വന്നൊരു വീഡിയോ കണ്ടിട്ടുണ്ട്, മുമ്പ് വന്നൊരു വീഡിയോ കണ്ടിട്ടുണ്ട്. അവസാന നിമിഷത്തിൽ ആസിഫ് അലി കൂറുമാനതല്ല, ആസിഫ് അലിക്ക് സത്യങ്ങൾ മനസ്സിലായത്. അതാണ് സംഭവം. അപ്പൊ ഇത് ഒരിക്കലും തെളിയിക്കാൻ പോകുന്നില്ല. കേസ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ഇനി ഇന്നത്തെ ഡേറ്റ് എഴുതി വെച്ചോ, ഇനിയും ഒരു 8 വർഷക്കാലം ഇങ്ങനെ ദിലീപിന്റെ പേര് പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ പോകും. നഷ്ടമായിരിക്ക എപ്പോ തെളിയിക്കും? ഈ പെങ്കൊച്ചിക്ക് എപ്പോ നീതി കിട്ടും? അത് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയ എല്ലാ കേരള ജനങ്ങളെടുത്തും, അല്ല ഇന്ത്യ മുഴുവൻ ജനങ്ങളെടുത്തും ഞാൻ പറയാം, ഈ കേസിൽ ദിലീപ് നിരപരാധി തന്നെ, അത് യാതൊരു സംശയമില്ല. അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോ മുഴുവനും കേട്ട ആൾക്കാർ ഇതൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സഹകരിക്കണം. നന്ദി, നമസ്കാരം.